ഹേ എവ്രി വൺ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊന്ന് അമ്പലത്തിൽ പോവാണ്. ഇവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു കാര്യത്തെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട്, കുറേ വീഡിയോസ് ചെയ്യുമോ ചേച്ചി, ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഞാൻ ചെയ്യാം. എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തന്നെ നീ മീറ്റിംഗ് ചലഞ്ച് ഉണ്ട്. 5-6 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും. ഞാൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഞാൻ ആ വീഡിയോ ചെയ്യാം. കാരണം നമുക്കിത് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റെ കാശ് കാര്യം കുഞ്ഞ് സാധനമാണെങ്കിലും നമ്മളത് ഇത്രയും പേർക്ക് വാങ്ങുമ്പോൾ അതിന് ഇച്ചിരി ബഡ്ജറ്റ് ആവില്ല. അപ്പോൾ ഞാൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നെയ് മീറ്റിംഗ് ചലഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെയ് മീറ്റിംഗ് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരുകൾ ഇട്ടോളൂ. ഞാൻ എന്തായാലും ചെയ്യും. എന്തായാലും അങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യും. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏവിയേഷനെ പറ്റി പറയുമെന്ന്. അതൊരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. കാരണം അത് ഈ 3 മിനിറ്റിലൊന്നും പറഞ്ഞ് തീരില്ല ഏവിയേഷനെ പറ്റി പറയാനിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതും എന്തായാലും ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തോ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ ഗെറ്റ് റെഡി. ആ കുട്ടി കുറേ കാലമായി ചോദിച്ചിട്ട് അത് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ ഗൈസ്. കുട്ട കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതിന് ഒന്ന് ആ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് റെഡി ആവാനായിട്ട്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും റെഡിയായി സമയം കിട്ടിയില്ല റെഡി ആവാനായിട്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ മേക്കപ്പ് എവിടെയോ എത്തി. ഞാൻ ലിപ് ലൈനർ ഇട്ടു. ഇത് പറഞ്ഞു വന്നപ്പോഴേക്കും മേക്കപ്പ് എവിടെയോ എത്തി. ലിപ്സ്റ്റിക്ക് ഇട്ടു. സ്പൈസി റസ്റ്റ് എന്ന് പറഞ്ഞാണ് ഷെയ്ഡാണ് ഇട്ടത്. അതിങ്ങനെ ലിപ് ലൈൻ ചെയ്തിടുമ്പോൾ എനിക്ക് സ്യൂട്ടാവണ പോലെ എനിക്ക് തോന്നി. പിന്നെ അത് സെറ്റിംഗ് സ്പ്രേ അടിച്ചു. യൂഷ്വലി ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കാറില്ല. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, വേർത്ത് പോകണ്ടല്ലോ. കൊടുങ്ങല്ലൂർ വരെ എത്തുമ്പോഴേക്കും ഇതൊക്കെ പോവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ കാർമസിയുടെ റോൾ ഓൺ ഇട്ടു. പൊട്ട് തട്ടപ്പോൾ ഫേസിൻ്റെ മൊത്തം ഇത് മാറിയില്ലേ. പിന്നെ മുടി എനിക്കങ്ങനെ വലിയ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ അറിയില്ല. വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. അത് കെട്ടലും കുറവാണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് മുടി ഭയങ്കര സെറ്റപ്പായിട്ട് കെട്ടലൊന്നുമില്ല. ഇതിപ്പോൾ മുടി നനഞ്ഞിരിക്കണോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തുമ്പും കെട്ടിയിട്ട് പോവും, അത്രേ ഉള്ളൂ. എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ പുറകെ കിടന്ന് ഡാൻസ് കളിക്കണം. അമ്മ അറിഞ്ഞിട്ടില്ല വീഡിയോയിൽ ഞാൻ എടുത്തിടും എന്നുള്ളത്. അവിടെ നിൽക്കണുണ്ട്, അറിഞ്ഞിട്ടില്ല ആൾ. അല്ലെങ്കിൽ പറയും എൻ്റെ വീഡിയോയിൽ ഇടരുത് കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയണ ആളത് കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ വന്ന് പെട്ടത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതേ മാലയിട്ടു, കമ്മലിട്ടു. ഇതാണ് എൻ്റെ മൊത്തത്തിലൊരു ലുക്ക്. ഞാൻ ജീൻസും ഒരു കുർത്തയാണ് ഇട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.